വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 24, 27 മുതൽ 29 വരെയുള്ള സൂക്തങ്ങളാണ്. വിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ആ വീട്ടുകാർക്ക് സലാം ചൊല്ലുകയും വേണം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടിയാണിത് പറയുന്നത്. ഇനി അവിടെ ആരെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനുവാദം ലഭിക്കുവോളം നിങ്ങളവിടെ പ്രവേശിക്കരുത്. ഇനി നിങ്ങളോട് തിരിച്ചു പോകാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ അവിടെ നിന്ന് മടങ്ങുക. അതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സംസ്കാരം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവം നന്നായി അറിയുന്നവനാണ്. എന്നാൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകളിൽ അവിടെ നിങ്ങളുടെ ചില വസ്തുവകകൾ ഉടന്നിരിക്കെ അത്തരം വീടുകൾ കയറി ചെല്ലുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ല. നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതുമൊക്കെ ദൈവം നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ മറക്കരുത്. അന്യവീടുകളിൽ കയറി ചെല്ലുമ്പോൾ അവരുടെ സ്വകാര്യതകൾ ഹനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പാലിക്കേണ്ട മര്യാദകളാണ് ഈ സൂക്തങ്ങളിൽ വിവരിക്കുന്നത്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് അവരോട് തൻ്റെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ്. കോളിംഗ് ബെല്ലടിക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും പേരെടുത്ത് വിളിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുക. അങ്ങനെ ഒരു വാതിൽ തുറന്ന് പുറത്ത് വരുമ്പോൾ ഉടൻ തന്നെ സലാം പറഞ്ഞ് അവരെ അഭിവാദ്യം ചെയ്യണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള സമാധാനം നിങ്ങളുടെ മേലുണ്ടാകട്ടെ. കുറച്ചുകൂടി നന്നാക്കി പറയുകയാണെങ്കിൽ റഹ്മത്തുല്ലാഹി വ ബറക്കാത്തുഹു, ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ എന്ന് ആശംസിക്കുക. ഇനി ഒരു പ്രാവശ്യം ബെല്ലടിച്ചിട്ടും അല്ലെങ്കിൽ വിളിച്ചിട്ടൊന്നും ആരെയും കണ്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ബെല്ലടിക്കാം, തൻ്റെ സാന്നിധ്യം അറിയിക്കാം. എന്നിട്ടും അകത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലെങ്കിൽ ഉടൻ അവിടെ നിന്ന് തിരിച്ചു പോയിക്കൊള്ളണം. അതേപോലെ വീട്ടുകാരിൽപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ കാണാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കോളൂ എന്നാണ് പ്രതികരണമെങ്കിൽ പിന്നെ അവരുമായിട്ട് തർക്കിക്കാൻ നിൽക്കാൻ പാടില്ല. ഉടൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയും വേണം. ഇനി പൊതുസ്ഥലങ്ങളിലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, സത്രങ്ങൾ, പള്ളികൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ പ്രത്യേകം അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഏതായിരുന്നാലും മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. താൻ എപ്പോഴും ദൈവിക നിരീക്ഷണത്തിൽ കഴിയുന്നവനാണെന്ന ബോധം ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതാണ് ഈ സൂക്തങ്ങളിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്.